CBSE അറബിക് ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പറിൽ 10 മാർക്ക് വരുന്നൊരു ഭാഗമാണ് ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള 3 പാസേജ് കൊടുത്ത് അതിൽ നിന്ന് 2 എടുത്ത് എഴുതുക എന്നുള്ള ക്വസ്റ്റ്യൻ. അതിൽ നിന്ന് ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് നമുക്കതെങ്ങനെ സിമ്പിളായിട്ട് അതിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് അതിൻ്റെ ടെക്സ്റ്റുകൾ എങ്ങനെ ടേക്ക് ഔട്ട് ചെയ്യാം, എക്സ്ട്രാക്ട് ചെയ്യാം എന്നൊരു ഈസി മെത്തേഡ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിരുന്നു. അപ്പോൾ അതിനൊരു AI ടൂൾ ഉപയോഗപ്പെടുത്തി നമുക്കതെങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ആക്ച്വലി ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിലെ ഒരു ഭാഗം നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കുന്നു. സ്ക്രീൻഷോട്ട് എടുത്ത ശേഷം നമ്മൾ നേരെ ChatGPT പോകുന്നു. ChatGPT പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഞാനിവിടെ ഒരു ഭാഗം സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ഭാഗം. ഈ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച ഭാഗം നമ്മൾ എന്ത് ചെയ്യുന്നു, ChatGPTയിൽ അപ്ലോഡ് ചെയ്യാണ്. ഓക്കെ, അപ്ലോഡ് ചെയ്തിട്ട് നമ്മൾ അവിടെ ചോദിക്കുന്നത് ആക്ച്വലി ആ ഭാഗത്തിലുള്ള ഇതാണ്. ഞാൻ അപ്ലോഡ് ചെയ്ത് വെക്കുകയാണ്. അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്ലോഡ് ചെയ്ത ശേഷം ഞാൻ എന്താകുന്നു, അവിടെ ഞാൻ അടിച്ചു കൊടുക്കുന്ന പ്രോംപ്റ്റ് എന്താണെന്ന് വെച്ചാൽ എക്സ്ട്രാക്ട് ഫുൾ ടെക്സ്റ്റ്, ഫുൾ അറബിക് ടെക്സ്റ്റ് ഫ്രം ദിസ് പേജ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, വിത്ത് തഷ്കീൽ എന്ന് കൊടുക്കുക കേട്ടോ. വിത്ത് തഷ്കീൽ എന്ന് കൊടുക്കണം. ഹർക്കത്തോടു കൂടെ ഈ ഒരു പേജിലുള്ള എല്ലാ ഫുൾ അറബിക് ടെക്സ്റ്റും എക്സ്ട്രാക്ട് ചെയ്യുക എന്നുള്ള ക്വസ്റ്റ്യനാണ്. നമുക്കത് കൊടുക്കുന്ന സമയത്ത് എന്ത് ആൻസർ കിട്ടുമെന്ന് നോക്കാം. അത് ഈസി ആയിട്ട് കിട്ടുന്നുണ്ടെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കിട്ടുന്നുണ്ട്. ഫുൾ ആ പേജിലുള്ള എല്ലാ അറബിക് ടെക്സ്റ്റും നമുക്ക് കൃത്യമായിട്ട് വരുന്നുണ്ട്. വിത്ത് തഷ്കീലായിട്ട് തന്നെ സംഗതി വരുന്നുണ്ട് ഈസി ആയിട്ട്. ഇനി നമുക്കത് കോപ്പി ചെയ്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വേണ്ടതെല്ലാം കോപ്പി ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് അത് ഗൂഗിൾ ഡോക്സിൽ സേവ് ചെയ്ത് വെക്കാവുന്നതേ ഉണ്ടാവുള്ളൂ. ഫുൾ ടെക്സ്റ്റ് നമുക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഈ കിട്ടിയ ടെക്സ്റ്റുകളൊക്കെ അവസാനം കോപ്പി ചെയ്ത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഏതാണോ വേണ്ടത് ആ ഭാഗം നമുക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇതാണ് ഇവിടെ കോപ്പി ചെയ്യുന്നു. കോപ്പി ചെയ്ത ശേഷം എന്ത് ചെയ്യുന്നു, അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഓക്കെ, കോപ്പി എടുക്കുന്നു. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഗൂഗിൾ ഡോക്സ് കൊണ്ടുപോയിട്ട് നമുക്കത് സേവ് ചെയ്ത് വെക്കാം. ഓക്കെ, ഞാനിവിടെ ഗൂഗിൾ ഡോക്സിലൊരു ഓപ്ഷൻ ഉണ്ട്. ഓൾറെഡി ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷനിൽ പാസേജ് ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഏത് ചാപ്റ്റർ ഇന്നതാണെന്ന് കൊടുത്തു കഴിഞ്ഞാൽ ചാപ്റ്റർ 10 ആണെങ്കിൽ 10 എന്ന് കൊടുത്തിട്ട് ആ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട പാസേജാണ് ഇതിൽ വരുന്നതെന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, സാധനം കൊടുക്കാം. ഓക്കെ, ഇത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലിട്ട് അലൈൻമെൻറ്റ് സെറ്റ് ആക്കാവുന്നതാണ്. എന്തായാലും ആ സംഗതി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതേ രീതി നമുക്ക് ഫുൾ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ.